ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ബിസ്കഫ് ചീസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ബിസ്കഫിൻ്റെ സ്പ്രെഡ് വേണം, മെൽറ്റഡ് ബട്ടർ വേണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ലോട്ടസിൻ്റെ ബിസ്കഫ് ബിസ്ക്കറ്റാണ്. അത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്കഫ് ബിസ്ക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈഗർ ബിസ്ക്കറ്റോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ബിസ്ക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ച് പൗഡർഡ് ഷുഗർ ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് വേണം. ഞാനിവിടെ 400 ഗ്രാം ചീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെസ്ലയുടെ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. പിന്നെ ഫ്രഷ് ക്രീം, അത് ഓപ്ഷണലാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബിസ്കഫ് ബിസ്ക്കറ്റ്. അത് നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന മെൽറ്റഡ് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്കൊരു ലൂസ് ടെക്സ്ചറായിരിക്കും. അത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലെത്തിയതിന് ശേഷം അത് നമുക്കൊരു കേക്ക് ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേക്ക് ട്രേയും കൂടി റെഡിയാക്കി വെക്കേണ്ടതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയതിന് ശേഷം അതൊരു കേക്ക് ട്രേയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായി ഒരേ ലെവലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ അതൊന്ന് പ്രസ് ചെയ്ത് ഒരുപോലെ ഈ കാണുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റൊരു ബൗളിൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചീസും പൗഡർഡ് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ഷുഗറേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അത് നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും. അതിനുശേഷം നമുക്കൊരു സ്പൂൺ ബിസ്കഫിൻ്റെ സ്പ്രെഡ് കൂടി ചേർത്തതിന് ശേഷം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയതിന് ശേഷം അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മിക്സും നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരുപോലെ ഒരേ ലെവലിലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ബിസ്കഫിൻ്റെ സ്പ്രെഡ് മൈക്രോവേവിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതും ഈ ഒരു മിക്സിലേക്ക് ഇട്ടതിന് ശേഷം ഒരേ ലെവലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് നമുക്കൊരു 5 to 8 hours നമ്മൾക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കേണ്ടതാണ്. ഒരു 8 hours എങ്കിലും നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ സെറ്റാവും. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത് നമുക്ക് ബിസ്ക്കറ്റും ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഈ കാണുന്നത് പോലെ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ പേജ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.